പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, സ്ഥായിയായ സന്തോഷം ഈ ലോകത്തിന് ലഭിച്ചിട്ടുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷമായ ഇടപെടലിലൂടെയാണ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ മേൽ കവിഞ്ഞൊഴുകിയപ്പോൾ രക്ഷകനായ യേശുക്രിസ്തു അമ്മയുടെ ഉദരത്തിൽ ഉരുവായി. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന് അവരെ ജ്വലിപ്പിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭ രൂപീകൃതമായി. സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിനുശേഷം 12 ദിവസം കഴിയുമ്പോഴാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നത്. സ്വർഗം ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ കൃപ, ഒരിക്കലും പിൻവലിക്കാത്ത വലിയ ദാനം വിശുദ്ധ കുർബാനയാണ്. ഈ കുർബാനയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയുടെ തിരുനാൾ നമ്മയെല്ലാം ആഹ്ലാദിപ്പിക്കുന്നതാണ്, നമ്മെ ഒന്നിപ്പിക്കുന്നതാണ്, പുനർസമർപ്പിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ്. ഈ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗം നൽകിയ ഏറ്റവും വലിയ സമ്മാനം, ലോകത്തിൻ്റെ അവസാനം വരെ യേശുക്രിസ്തു നമ്മുടെ അൾത്താരകളിൽ അവതീർണനാകുന്നു, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നു, നമ്മൾ ഓരോരുത്തരിലും വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യവും യേശുക്രിസ്തുവിൻ്റെ ആ വലിയ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൻ്റെ വലിയൊരു അനുഭവവും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു. യേശുക്രിസ്തു ജീവിക്കുന്നവരുടെ ആ ഒരു വലിയ കൂട്ടായ്മ ഈ ലോകത്തിന് അനുഗ്രഹമായി സാക്ഷ്യം നൽകുന്ന സമൂഹമായി യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്ന സമൂഹമായി തുടരുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയ സമ്മാനമായിരിക്കുന്നത്? കാരണം അതിനുവേണ്ടി കർത്താവായ യേശുക്രിസ്തു ഏറ്റവും വലിയ വില നൽകി. യേശു അത്രയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. വെള്ളത്തിന് മീതെ നടന്നു, അപ്പം വർദ്ധിപ്പിച്ചു, കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി, അന്ധന് കാഴ്ച നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു. തീർച്ചയായും അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ, കരുണയുടെ അടയാളങ്ങളാണ്. എന്നാൽ അതിനുവേണ്ടി യേശുവിന് സഹിക്കേണ്ടി വന്നിട്ടില്ല, അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ അവിടുന്ന് ദിവ്യകാരുണ്യമായി രൂപാന്തരപ്പെടാൻ എത്രമാത്രം അവിടുന്ന് സഹിച്ചു. ഒരു ദാനത്തിൻ്റെ, ഒരു സമ്മാനത്തിൻ്റെ മഹത്വവും മൂല്യവും നിശ്ചയിക്കുന്നത് ദാതാവ് അതിനുവേണ്ടി എത്രമാത്രം ത്യാഗം സഹിച്ചു എന്നുള്ളതാണ്. എങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തുള്ള ആ ഒരു സഹനമാണ്, സമർപ്പണമാണ് വിശുദ്ധ കുർബാനയിലൂടെ
നമ്മൾ ഓരോരുത്തരിലും സന്നിഹിതനാകാൻ ഏറ്റവും വലിയ സമ്മാനമായി യേശുക്രിസ്തു ദിവ്യകാരുണ്യമായി തന്നെ നമുക്ക് നൽകാൻ സഹിച്ചിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തന്നെ വിശുദ്ധ കുർബാനയുടെ മഹത്വം പ്രകടമാക്കുന്നതാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന പണം, എൻ്റെ കയ്യിലിരിക്കുന്ന വസ്തുക്കൾ എനിക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ സാധിക്കും. എന്നാൽ എൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് നൽകുക, എന്നെ തന്നെ നുറുക്കി നൽകാൻ ഞാൻ തയ്യാറാവുക, അതിനു വേണ്ടിയാണ് ഈ കുർബാന യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് ദിവ്യകാരുണ്യമായി അവിടുന്ന് ലോകത്തിൻ്റെ അവസാനം വരെ നമ്മളോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് പുൽക്കൂട്ടിൽ പിറന്നത്, അവിടുന്ന് വിഹ്വലതയിൽ ജീവിക്കാനിടയായത്, അവിടുന്ന് ദൈവപുത്രനായി അവിടുന്ന് ആശാരിപ്പുരയിൽ പണിയെടുക്കാനിടയായത്, ഈ അവസാനത്തെ 3.5 വർഷം വരെയും അവിടുന്ന് ഒരു സാധാരണക്കാരനായ, ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാനിടയായത്, അതിനുശേഷം പരസ്യജീവിതകാലത്ത് അവിടുന്ന് സഹിച്ച ത്യാഗങ്ങൾ നമുക്കറിയാം. എല്ലാ തലങ്ങളിലും തകർക്കപ്പെട്ട ഒരു ജീവിതം, മറ്റുള്ളവരുടെ ആരോപണങ്ങൾ, കുറ്റാരോപണങ്ങൾ അവിടുത്തെ മനസ്സ് തകർത്തു, ഹൃദയം തകർത്തു, അവസാനം അവിടുത്തെ ശരീരം തകർത്തു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും, മനസ്സിനെയും ചിന്തകളെയും ഹൃദയത്തെയും ശരീരത്തെയും പീഡാനുഭവത്തിന് വിട്ടുകൊടുത്തു, സഹനത്തിന് വിട്ടുകൊടുത്തു, അവിടുന്ന് കുർബാനയായി മാറാൻ. അപ്പോൾ ഈ സമ്മാനം അത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് നാം ഓർമ്മിക്കുക. ഈ സമ്മാനത്തോട് അതുകൊണ്ട് തന്നെ നാം കാണിക്കുന്ന അവഗണന ഏറ്റവും വലിയ ദൈവനിന്ദയാണ്. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ അവിടുന്ന് ആവശ്യപ്പെട്ടത് അതുമാത്രമാണ്, അവരെ ആരാധിക്കാൻ വേണ്ടിയാണ് അവരെ ദൈവജനമാക്കി തെരഞ്ഞെടുത്തത്, അവരെ രൂപപ്പെടുത്തിയെടുത്തത്. ആരാധന എന്നുള്ളതൊരു ഉപദേശമല്ല, മറിച്ച് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്നാൽ ഈ ആരാധന, അപൂർണമായ ആരാധനകൾ, അതാണ് പഴയ നിയമത്തിൽ നിന്ന് കണ്ടെത്തുന്നത് യേശുക്രിസ്തുവിൽ പൂർണ്ണമായി. അവിടുന്ന് ബലിയർപ്പകനും ബലിവസ്തുവുമായി മാറി. യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട പൗരോഹിത്യത്തിൻ്റെ സമ്പൂർണതയാണ്. പുരോഹിതൻ ബലിവസ്തുവായി തീരുന്നു. ഈ പൗരോഹിത്യത്തിലാണ് യഥാർത്ഥത്തിൽ മാമോദിസായിലൂടെ ഓരോ വിശ്വാസിയും ഭാഗഭാക്കാകുന്നത്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ബലി കാണുന്നവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരും മാത്രമല്ല, നാം ഓരോരുത്തരും ബലി അർപ്പകരാണ്, ഈ കുർബാനയിൽ ഭാഗഭാക്കാകുന്നവരാണ് നമുക്ക് ഓർമ്മിക്കാം. ദൈവത്തെ ആരാധിക്കാൻ, ദൈവമായി ആരാധിക്കാൻ അവിടുന്ന് നമ്മുടെ മധ്യേ ഇറങ്ങി വരുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയോട് നാം കാണിക്കുന്ന അവഗണന ദൈവത്തോട് കാണിക്കുന്ന അവഗണനയാണ്, ദൈവത്തോട് കാണിക്കുന്ന നിന്ദയാണ്. പലപ്പോഴും പറയും, എനിക്ക് ആ കാര്യം സാധിക്കണം, ഈ കാര്യം സാധിക്കണം, കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല, കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ല, ജീവിതത്തിൽ സമാധാനമില്ല, വിട്ടുമാറാത്ത രോഗങ്ങളാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായി പ്രിയപ്പെട്ട സഹോദരന്മാർ എന്നെയും സമീപിക്കാറുണ്ട്. അപ്പോഴാണ് ഞാൻ ആദ്യമായി അന്വേഷിക്കുന്നത്,
വിശ്വാസികളായ സഭാംഗങ്ങളായ പ്രിയപ്പെട്ടവരോട് നാം അന്വേഷിക്കുന്നത് അവരുടെ കൂദാശ ജീവിതത്തെ സംബന്ധിച്ചാണ്, അവരുടെ കുർബാനയിലുള്ള ഭാഗഭാഗിത്വത്തെ സംബന്ധിച്ചാണ്. കാരണം എന്താണ്? ഒന്നാമത്തെ കൃപയാണ്, ഒന്നാമത്തെ ഗിഫ്റ്റാണ് വിശുദ്ധ കുർബാന. ആ കൃപ സ്വീകരിക്കാതെ മറ്റു കൃപകൾ സ്വീകരിക്കാൻ നാം താല്പര്യമെടുക്കുന്നതിൽ അർത്ഥമില്ല. ഒന്നാമത്തെ കൃപ സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിക്ക് രണ്ടാമത്തേതും മൂന്നാമത്തേതും അഞ്ചാമത്തേതും പത്താമത്തേതും നൂറാമത്തേതുമായ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നന്മകൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ പോലും അർഹതയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഓരോ ദിവസവും വിശുദ്ധ ബലിയിൽ നാം പങ്കാളികളാവുക. ബലിയർപ്പിക്കുന്ന എത്രയോ വേദികൾ, 5 ലക്ഷത്തോളം വൈദികരെ ഓരോ ദിവസവും ബലിവേദികളിൽ ബലിയർപ്പിക്കുന്നുണ്ട്. ഒന്നിലധികം ബലിയർപ്പിക്കുന്നുണ്ട്, നമുക്കറിയാം. അപ്പോൾ എത്രയോ കുർബാനകൾ ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്നുണ്ട്. നാം പാർക്കുന്നിടത്ത്, നാം താമസിക്കുന്നതിന് സമീപം എത്രയും അടുത്ത് ഓരോ ദിവസവും വിശുദ്ധ കുർബാന കാണത്തക്കവണ്ണമുള്ള സൗകര്യം ഇന്ന് നമുക്കുണ്ട്. അതിനുവേണ്ടി ത്യാഗം സഹിക്കാൻ നാം തയ്യാറാവണം. അതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളതിനു വേണ്ടിയൊക്കെ സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കും. ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി നമുക്ക് സമയം മാറ്റിവെക്കാൻ സാധിക്കും. ഒരുപക്ഷെ പരീക്ഷ വരുമ്പോൾ പഠിക്കാൻ വേണ്ടി നാം ഉറക്കമിളഞ്ഞിരുന്ന് നാം എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കും. കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കാൻ രാത്രി മുഴുവനും ഒരുപക്ഷെ നാം ഉണർന്നിരുന്നു എന്ന് വരാം. എന്നാൽ ഈ വലിയ ദാനം സ്വീകരിക്കാൻ, രക്ഷകനായ യേശുക്രിസ്തുവിനെ ഓരോ ദിവസവും കണ്ടുമുട്ടാനും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനും, ആ യേശുവിനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു ദിവസം പ്രത്യേക ഒരു അനുഭവത്തിൽ ജീവിക്കാനും സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായും ദൈവനിന്ദയായി നാം കാണേണ്ടതുണ്ട്. നമ്മളുടെ വീട്ടിനടുത്ത്, ഏറ്റവും അടുത്തു തന്നെ നമുക്ക് അൾത്താരകളുള്ളപ്പോൾ, ബലിയർപ്പിക്കപ്പെടുമ്പോൾ അതിനെ നാം അവഗണിക്കുന്നത് തീർച്ചയായും അവിടുത്തെ എത്രമാത്രം വേദനിപ്പിക്കും. ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം, നാം സുഹൃത്തിന് നൽകുന്ന ഒരു സമ്മാനം, ആ സമ്മാനം വലിച്ചെറിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വേദന, എങ്കിൽ തന്നെ കുരിശിൽ യാഗമായി അർപ്പിച്ചുകൊണ്ട് നമ്മിൽ ഓരോരുത്തരിലേക്കും കടന്നു വരാൻ വേണ്ടി അവിടുന്ന് മാർഗം കണ്ടെത്തിയപ്പോൾ അവിടുത്തെ സഹനത്തെയും അവിടുത്തെ സ്നേഹത്തെയും തിരിച്ചറിയാൻ നാം തയ്യാറാകാതെ മന്ദഹൃദയരായി കഴിയുന്നത് അവിടുത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ആ കുരിശിന് ചുവട്ടിൽ, ആ അൾത്താരയിൽ ബലിയർപ്പകരായി നമ്മൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാവുക എന്നുള്ളത്. വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ഒരാളെങ്കിലും ആ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകമായൊരു സാന്നിധ്യം ആ കുടുംബത്തിൽ എല്ലാവർക്കും അനുഭവപ്പെടാൻ ഇടയായിത്തീരുമെന്നുള്ളത് നാം ഓർമ്മിക്കണം. അപ്പോൾ ഏറ്റവും വലിയ കൃപ, പക്ഷേ എന്താണ്? സാത്താൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് തെറ്റായ പഠനങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ സാത്താൻ ആരാധന തന്നെയുണ്ട്. എന്താണ് അവിടെ? ഏതെങ്കിലും മറ്റ് ക്രൈസ്തവ പ്രതീകങ്ങളല്ല നിന്ദിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ, മറ്റു മതങ്ങളുടെ ഏതെങ്കിലും പ്രതീകങ്ങളോ അവരാരാധിക്കുന്ന വസ്തുക്കളോ ബിംബങ്ങളോ അല്ല ഇവിടെ ഈ സാത്താൻ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, മറിച്ച് വിശുദ്ധ കുർബാനയാണ്. കാരണം ഈ കുർബാന അർപ്പിക്കപ്പെടുന്നിടത്തോളം കാലം, യോഗ്യതയോടെ അർപ്പിക്കപ്പെടുന്നിടത്തോളം കാലം സാത്താൻ പരാജിതനാകും. അവന് വിജയം കണ്ടെത്തുക സാധ്യമല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് സാത്താനുണ്ട് എന്നുള്ളത് കൊണ്ട്
കുർബാനയിൽ നിന്നും നമ്മെ അകറ്റാൻ എപ്പോഴും അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അബദ്ധ പഠനങ്ങൾ, സഭയിൽ ഭിന്നതകൾ ഉണ്ടായത് കുർബാനയുടെ പേരിലാണ്. അബദ്ധ പഠനങ്ങൾക്ക് ഈ സാത്താൻ നേതൃത്വം നൽകുന്നു. തെറ്റായ കുർബാനയെപ്പറ്റിയുള്ള തെറ്റായ പഠനങ്ങൾ, അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ള അലക്ഷ്യത്തോടുകൂടിയുള്ള സമീപനം. വിശുദ്ധ കുർബാനയിൽ എപ്പോഴെങ്കിലും വരാം, കൃത്യസമയത്ത് മുഴുവൻ കുർബാന കാണുകയില്ല, ആ ചടങ്ങ് തീർക്കാൻ, കടമ തീർക്കാൻ ഇത് മതി, ഏതെങ്കിലും സമയത്ത് ചെന്നാൽ മതി എന്നുള്ള തെറ്റായ ഒരു ബോധ്യം നൽകുന്നത് വാസ്തവത്തിൽ സാത്താൻ നമ്മെ വീഴ്ത്താൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രം മതി, അല്ലെങ്കിൽ യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ കുർബാനയിൽ നിന്നും നമ്മെ അകറ്റിക്കൊണ്ട് നമ്മെ ബലഹീനമാക്കാൻ, നമ്മുടെ വിശ്വാസത്തെ ബലഹീനമാക്കാൻ, ദൈവീയ കൃപകൾ തടസ്സപ്പെടുത്താൻ, ദൈവരാജ്യം ഈ ലോകത്ത് നിലനിൽക്കാൻ, വളർന്നു വരാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാത്താൻ ബോധപൂർവം പരിശ്രമിക്കുന്നുണ്ട്. എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, വിശുദ്ധ കുർബാനയുടെ മഹത്വം, അതിൻ്റെ ശക്തി മനുഷ്യനേക്കാൾ മനസ്സിലാക്കിയിരിക്കുന്നത് സാത്താനാണ് എന്ന് നാം എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കണം. അപ്പോൾ ഈ തെറ്റായ പഠനങ്ങൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മെ അകറ്റുന്ന ചിന്തകൾ ഇപ്പോൾ മാത്രമല്ല. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ള പഠനമാണ്. യോഹന്നാൻ 6-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലുമാണ് വിശുദ്ധ കുർബാനയെപ്പറ്റി സംസാരിക്കുന്നത്. 6-ാം അധ്യായം മുഴുവനും വാസ്തവത്തിൽ കുർബാനയെ കേന്ദ്രീകരിച്ചുള്ള ആഴമായ പഠനങ്ങളാണ്. 13-ാം അധ്യായത്തിൽ എങ്ങനെയാണ് യോഗ്യതയോടെ വിശുദ്ധ കുർബാനയെ അർപ്പിക്കേണ്ടത്, നാം വിശുദ്ധ കുർബാനയിൽ ഭാഗവാക്കാകേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള പ്രായോഗികമായ പാഠമാണ് നൽകുന്നത്. അപ്പം അവിടെ 6-ാം അധ്യായത്തിൽ ആരംഭത്തിൽ നാം വായിക്കുന്നത്, നാം കാണുന്നത് യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തുന്നതാണ്. അവിടെ ഒരു ബാലൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന 5 അപ്പം 2 മീൻ. അപ്പോൾ അവരൊരു ഭാഗഭാഗിത്വമാണ്. അത് സ്വീകരിച്ച് 5000 പുരുഷന്മാർക്ക്, അപ്പോൾ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെപ്പറ്റി നമുക്ക് എണ്ണം അവിടെ പറഞ്ഞിട്ടില്ല, അതിലെത്രയോ അധികമുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ സമർപ്പണം സ്വീകരിച്ച് അത് വർദ്ധിപ്പിച്ച് വലിയൊരു പുരുഷാരത്തിന്, വലിയൊരു സമൂഹത്തിന് പങ്കുവയ്ക്കുന്നു. വളരെ അർത്ഥപൂർണമായ ഒന്നാണ്. ഈ വചനഭാഗം തന്നെ നമുക്ക് ദീർഘമായി വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ ഭാഗഭാഗിത്വത്തെ സംബന്ധിച്ച് അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു തന്നെ തന്നെ അപ്പമാക്കി ഈ തലമുറകളിലെല്ലാം പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നു. അതാണ്. അപ്പോൾ 5 അപ്പം 5000 പേർക്ക് കൊടുക്കാൻ തക്കവണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഈ അപ്പത്തെ രൂപാന്തരപ്പെടുത്തി തൻ്റെ ശരീരമാക്കാനും അവിടത്തേക്ക് സാധിക്കും. അത് 5000 പേർക്കോ 10000 പേർക്കോ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നവർക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും ഈ തലമുറകൾ മുഴുവനും ഈ കുർബാന പങ്കുവയ്ക്കാൻ അവിടത്തേക്ക്, പകർന്നു കൊടുക്കാൻ അവിടത്തേക്ക് സാധിക്കും. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ. അതുകൊണ്ടാണ് അവിടുന്ന് തനിക്ക് പ്രിയപ്പെട്ടവരെ സ്നേഹിച്ചു, സ്വന്തമായവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ലോകത്തിൻ്റെ അവസാനം വരെ പൗരോഹിത്യമുള്ളിടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. യേശു അതിനുശേഷം വെള്ളത്തിന് മീതെ നടക്കുന്നു. അപ്പോൾ സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ യേശുക്രിസ്തുവിന് തൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള ഒരു നിയന്ത്രണം, തൻ്റെ ശരീരത്തെ ആ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അപ്പത്തെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു, തൻ്റെ ശരീരത്തെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും എന്താണ്,
ആ ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവും അവിടുത്തേക്ക് ഈ അപ്പത്തെ തൻ്റെ ശരീരമാക്കി രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. തുടർന്ന് നടക്കുന്ന പ്രഭാഷണം, മനോഹരമായ പ്രഭാഷണം. ആ പ്രഭാഷണം വിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ള ആഴമായ പഠനമാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന അപ്പം, ഈ അപ്പം എൻ്റെ ശരീരമാണ് എന്ന് അവരെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഇടർച്ചയുണ്ടായി. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെപ്പറ്റി യേശുക്രിസ്തു പഠിപ്പിച്ച ആ സന്ദർഭം മുതലേ കുർബാനയെപ്പറ്റി സംശയങ്ങൾ. കാരണം എന്താണ്? ഇത് വലിയൊരു ദൈവിക രഹസ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അവരുടെ ഇടയിൽ പിറുപിറുപ്പുണ്ടായി. ആ പിറുപിറുപ്പാണ് പ്രിയപ്പെട്ടവരെ ഈ തലമുറകളായി തുടർന്നു കൊണ്ടിരിക്കുന്നത്. ആ പിറുപിറുപ്പ് കേട്ടിട്ട് അവരുടെ എതിരായിട്ടുള്ള സ്വരങ്ങൾ കേട്ടിട്ട് യേശുവിൻ്റെ പഠനത്തിൽ വ്യത്യാസം വരുത്താൻ തയ്യാറായില്ല. ആ വലിയ ആൾക്കൂട്ടത്തിൽ ഭൂരിപക്ഷവും വിട്ടുപോയി. അപ്പോൾ യേശു ശിഷ്യന്മാരോട്, പോകാതെ നിൽക്കുന്നവരോട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന്. അപ്പോൾ വിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ള പഠനം അത് അടിസ്ഥാനപരമായ പഠനമാണ്. അതിൽ നിന്നും വ്യതിചലിക്കാൻ അവിടുന്ന് ഒരിക്കലും തയ്യാറല്ല. അത് ജീവൻ്റെ അപ്പമാണ്. അപ്പം നമുക്ക് അടിസ്ഥാനപരമായ വ്യഗ്രതകൾ, അപ്പത്തെപ്പറ്റിയുള്ള വ്യഗ്രത, ജീവനെപ്പറ്റിയുള്ള വ്യഗ്രത. നമ്മുടെ ഏറ്റവും വലിയ ഭയം എന്താണ്? നാളത്തെ ഭക്ഷണം എന്നുള്ള ഒരു വ്യഗ്രത, മരണത്തെപ്പറ്റിയുള്ള ഭീതി. അടിസ്ഥാനപരമായ രണ്ട് ഭയങ്ങൾ. ഈ രണ്ട് ഭയങ്ങൾക്കും ഉത്തരമാണ് ഒരുവൻ മരണമില്ലാത്തവനായി തീരാൻ, മനുഷ്യൻ അമരനായിത്തീരുന്നത് ഈ അപ്പം ഭക്ഷിച്ചുകൊണ്ടാണ്. അവന് ഒരിക്കലും ഒരാത്മീയ മനുഷ്യന് അവന് വിശപ്പറിയാതിരിക്കാൻ തക്കവണ്ണം യേശുക്രിസ്തു തന്നെ അപ്പമായി നൽകി. അപ്പോൾ അവിടുന്ന് എനിക്ക് അപ്പമായി, എൻ്റെ അടിസ്ഥാന ആവശ്യമായ അപ്പമായി മാറി. അവിടുന്ന് എൻ്റെ മരണഭയത്തെ എടുത്തു മാറ്റിക്കൊണ്ട് എന്നേക്കും അവിടുന്ന് എന്നിൽ ജീവിക്കാൻ, എനിക്ക് നിത്യജീവൻ നൽകാൻ തക്കവണ്ണം അവിടുന്ന് എന്നിൽ ജീവിക്കുന്നു, നിത്യതയിലേക്ക് എന്നെ നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ഭക്ഷണമാണിത്. പ്രിയപ്പെട്ടവരെ, ഈ അൽത്താരമേശയിൽ നാം കണ്ടെത്തുന്നു 13-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അവിടുന്ന് അവരുടെ പാദങ്ങൾ കഴുകി വെടിപ്പാക്കി. പാദ ശുശ്രൂഷ, വിശുദ്ധ കുർബാന. എന്നിട്ട് യേശു പറയുന്നത് എന്താണ്? നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. നാം പരസ്പരം വിശുദ്ധീകരിക്കുന്നവരാണ് ഒന്ന്. രണ്ടാമത്, നാം പരസ്പരം ശുശ്രൂഷ ചെയ്യുന്നവരാണ്. വിശുദ്ധ കുർബാന നമ്മെ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധീകരണ കർമ്മത്തിലേക്ക് നമ്മെ നയിക്കണം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകരായി നമ്മെ മാറ്റണം. ഈ വിശുദ്ധ കുർബാന മേശയിൽ നിന്നാണ് സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണമായ പാഠം അവിടുന്ന് പഠിപ്പിച്ചത്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം, പറയണം, ചൊല്ലണം എന്നതിനേക്കാൾ വിശുദ്ധ കുർബാന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം പ്രായോഗികമാക്കണം, ജീവിക്കണം. വിശുദ്ധ കുർബാനയുടെ ചൈതന്യം, വിശുദ്ധ കുർബാനയുടെ ശൈലി, വിശുദ്ധ കുർബാനയുടെ സംസ്കാരം, അതാണ് ക്രൈസ്തവ സംസ്കാരം. അതാണ് നമ്മുടെ ജീവിതത്തിന് അടിത്തറയായി നിൽക്കുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കാം. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുർബാന സ്വീകരണം നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാം. നമ്മുടെ ജീവിതം നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാം. അവിടുത്തെ ഓർമ്മ എൻ്റെ കുർബാന ജീവിതത്തിലൂടെ സാക്ഷാത്കരിക്കാൻ, അങ്ങനെ എൻ്റെ ജീവിതം സാക്ഷ്യപൂർണ്ണമാക്കി തീർക്കാൻ ഇടയായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കുർബാനയായി തീർന്ന ദിവ്യകാരുണ്യമായി ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന രക്ഷകനായ യേശുവേ,
അയോഗ്യതയോടെ വിശുദ്ധ കുർബാനയിൽ ഭാഗവാക്കാകുന്ന ഞങ്ങളോട് ഓരോരുത്തരോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നു, നിങ്ങൾ അയോഗ്യതയോടെ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചത് കൊണ്ടാണ് നിങ്ങൾ പലരും രോഗികളും പലരും മരിക്കുവാനും ഇടയായി തീർന്നത് എന്ന്. വിവേചനമില്ലാതെ കർത്താവിൻ്റെ ശരീരത്തെ ഭക്ഷിക്കുന്നതിലൂടെ ശിക്ഷാവിധി ഭക്ഷിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു യാഗമായി അവിടുത്തെ സന്നദ്ധിയിൽ അർപ്പിച്ച് നിത്യതയുടെ ആ സൗഭാഗ്യം സ്വന്തമാക്കാൻ തക്കവണ്ണം സ്വർഗീയ അനുഭവം ഞങ്ങൾ ഓരോരുത്തരിലും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് സ്വർഗത്തെ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അവിടുത്തെ സാക്ഷികളായി തീരാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിച്ച പരിശുദ്ധ അമ്മേ, കുർബാനയുടെ ജീവിതം നയിച്ച പരിശുദ്ധ അമ്മേ, യേശുവിനോടൊപ്പം ജീവിച്ച് യേശുവിൻ്റെ ബലിയിൽ ഭാഗവാക്കായി ആ ബലിയിൽ സമ്പൂർണ്ണമായി പ്രതിവാക്യങ്ങൾ പറയുകയും ആ ബലിയിൽ തന്നെ സമർപ്പിച്ച് കുർബാനയുടെ അമ്മയായി തീരുകയും ചെയ്ത പരിശുദ്ധ അമ്മേ, ബലി ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമീൻ.